നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 തുല്യത ഇംഗ്ലീഷ് പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 6 മാർക്കിൻ്റെ ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയ വേളയിൽ ഇത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളിത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. മറ്റൊന്നുമല്ല, നമ്മളൊരു ട്രാവൽ ഇറ്റിനററി നമുക്ക് എഴുതാനുണ്ടാകും. ഇറ്റിനററി എന്ന് പറഞ്ഞാൽ യാത്രാ വിവരണമാണ്. അതായത് നമ്മളൊരു ടൂർ പ്രോഗ്രാമിനോ മറ്റോ യാത്ര തിരിക്കുമ്പോൾ തയ്യാറാക്കുന്ന സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും സംഭവത്തിൻ്റെയും വിശദ വിവരമാണ് യാത്രാ വിവരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോടൊരു ചോദ്യം ഇങ്ങനെ പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. ഒരു ഇറ്റിനററി തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യം കാണുന്നുണ്ട്. തീർച്ചയായും ഈ ചോദ്യം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ അല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഇറ്റിനററി എഴുതാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് നിങ്ങൾ എഴുതി പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ചോദ്യം ഞാൻ പറയാം. റൈറ്റ് എ ട്രാവൽ ഇറ്റിനററി ഫോർ എനി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ highlighting the places of attraction, where to stay, how to get there, etc. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടൂർ പ്രോഗ്രാം നടത്താൻ പോവുകയാണ് ഒരു ദിവസത്തെ. അപ്പോൾ നമ്മൾ തുല്യതാ പഠിതാക്കൾ തന്നെ ആയിക്കോട്ടെ, തുല്യതാ വിദ്യാർത്ഥികൾ ടൂർ പ്രോഗ്രാമിൻ്റെ യാത്രാ വിവരണം എങ്ങനെ തയ്യാറാക്കാം, അതാണ് നമ്മൾ ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉത്തരം കൊടുക്കുക. ഇത് നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത ലൈവ് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ പലരും ഇതിൻ്റെ ആ ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. നിങ്ങളിത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യം നമ്മളൊരു ഹെഡിങ് കൊടുക്കുക, സ്റ്റുഡൻസ് ട്രാവൽ ഇറ്റിനററി എന്നുള്ളത്. അതിന് ശേഷം നമ്മൾ ടീം എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുക, നമ്മളൊരു പ്ലേസ്, അതായത് നമ്മളുടെ ടീം എന്താണ്. ടീം എന്ന് പറയുന്നത് നിങ്ങൾ തിരൂർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്ഥലമായതുകൊണ്ട് തിരൂർ സ്റ്റുഡൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സ്ഥലം വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരൂർ സ്റ്റുഡൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡെസ്റ്റിനേഷൻ നമ്മൾ പൊന്നാനി എന്ന് പറയുന്ന സ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. ഏത് സ്ഥലം വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ സ്ഥലങ്ങളാണ്, നമ്മൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ടേബിളിൽ ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ പീരിയഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു പോയിന്റ് എഴുതിയിട്ടുണ്ട് താഴെ. പീരിയഡ് എന്ന് പറയുന്നത് അത് ഏത് ദിവസമാണ്. അപ്പോൾ 5th May 2013 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു 3 കാര്യങ്ങൾക്ക് ശേഷം, അതായത് ടീം, ഡെസ്റ്റിനേഷൻ, പീരിയഡ്, അതിന് ശേഷം നമ്മൾ തയ്യാറാക്കേണ്ടത്, അതിന് താഴെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഒരു 4 കോളം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 4 കോളത്തിൻ്റെ പ്രത്യേകത, അതിൽ ഒന്ന് ഹെഡിങ്, ഓരോ കോളത്തിനും ഓരോ ഹെഡിങ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കോളത്തിന് ഡേറ്റ് അല്ലെങ്കിൽ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളത്തിന് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് ഈവൻ്റ് ആണ്. നാലാമത്തേത് ഡീറ്റെയിൽ ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ആ ദിവസത്തെ സമയം, ആ സമയത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അവിടെ നമ്മൾ പോകുന്ന ലൊക്കേഷൻ ഏതാണ്, അതുപോലെ അവിടെ നടക്കുന്ന ഈവൻ്റ് എന്താണ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് നമ്മളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ജസ്റ്റ് നമ്മളൊരു ഉദാഹരണ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. സ്വന്തം രീതിയിൽ എഴുതുന്നത് നല്ലതാണ്. സ്വന്തം പേരും മറ്റു കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താതിരിക്കുക. ഓക്കെ, അപ്പോൾ 5th May 2013 6 AM നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 5 May 2013 6 AM അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ്. അപ്പോൾ ഏതെങ്കിലും സ്ഥലം കൊടുക്കുക. ഇവിടെ തിരൂർ ആയതുകൊണ്ട് തിരൂർ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിപ്പറേഷൻ ഫോർ ട്രിപ്പ്. ഓക്കെ, നമ്മുടെ ഈവൻ്റ് എന്താണ്, പ്രിപ്പറേഷൻ ഫോർ ട്രിപ്പ്. അപ്പോൾ നമ്മൾ തിരൂർ ഗ്രൗണ്ടിൽ 5 തീയതി 6 AM നിൽക്കുന്നത്. ഗാദേഴ്സ് അറ്റ് സ്കൂൾ ഗ്രൗണ്ട്. അവിടെ ഈവൻ്റ് എന്താണ്, പരിപാടി എന്താണ്, എല്ലാവരും സ്കൂളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും സ്കൂളിൽ എത്തിച്ചേരുക. ദെൻ അതിന് ശേഷം നമ്മൾ 6:30 ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ടൂറിസ്റ്റ് ബസ് വന്നു. ടൂറിസ്റ്റ് ബസ്സിൽ, അതാണ് ലൊക്കേഷൻ, ടൂറിസ്റ്റ് ബസ്സിലാണ്. അവിടെ നമുക്ക് ഈവൻ്റ് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ യാത്രയിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ അവിടെ അറ്റൻഡൻസ് ആൻഡ് എൻട്രി ഇൻ ടു ദ ബസ് സീറ്റ്സ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ പിന്നെ 7 മണിയാണ് കൊടുത്തിരിക്കുന്നത്. 7 മണി കൊടുത്തിട്ട് ഏതെങ്കിലും സ്ഥലത്തിൻ്റെ, ഇവിടെ ചമ്രവട്ടം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ചമ്രവട്ടത്തിൽ നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഈവൻ്റ്, അവിടെ എത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ അവിടെ ഏത് ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ അടുത്ത ടേബിള് കാണിക്കുന്നത്, അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് എന്താണ്,
ടേബിളിൽ നോക്കിയാൽ മനസ്സിലാവും. 7:30 AM ആണ് കൊടുത്തിരിക്കുന്നത്. 7:30 AM പിന്നെ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിനുള്ളിൽ തന്നെ കയറുന്നു. ദെൻ സെറ്റ് ഔട്ടാണ്. ദെൻ ജേണി ബിഗിൻസ്. ഓക്കെ, നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നു. ദെൻ ജേണി ബിഗിൻസ്, യാത്ര അവിടുന്ന് തുടരുന്നു. ദെൻ 8:15 AM ഇടശ്ശേരി ഹാൾ പൊന്നാനി. അപ്പോൾ നമ്മളവിടെ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ എന്താണ് അവിടെ ഒരു ഹാളിലെത്തി, ഇടശ്ശേരി ഹാള്. ദെൻ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, സ്റ്റഡി ഈവൻ്റ് എന്താണ്, സ്റ്റഡീസ് പോയറ്റ് ലൈഫ് അല്ലേ. അതായത് പോയറ്റ് ഒരു കവിയാണ് ഇടശ്ശേരി. അപ്പോൾ ഇടശ്ശേരിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അവിടെ ഒന്ന് മനസ്സിലാക്കുന്നു. ദെൻ വിസിറ്റ് ദ പോയറ്റ് ഇടശ്ശേരി ഹാൾ, വാച്ചസ് ഫോട്ടോസ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാച്ച് ചെയ്യപ്പെടുന്നു. ദെൻ അതിനുശേഷം നമ്മൾ 10:30 ഓക്കെ, നമ്മുടെ ടൈം 10:30 ഇടശ്ശേരി ഹാൾ പൊന്നാനി. ദെൻ ഡ്രിങ്ക്സ്, പായസം, ദെൻ കം ബാക്ക്. അപ്പോൾ നമ്മൾ അവിടെ പോകുന്നു അല്ലേ, അവിടെ നമ്മൾ തിരിച്ചു വരികയാണ്. ഓക്കെ, ദെൻ 11:30 നമ്മൾ എത്തുന്നു കടവനാട്, പിന്നെ കുട്ടിക്കൃഷ്ണൻ റെസിഡൻസ്. ഓക്കെ, കടവനാട് കുട്ടിക്കൃഷ്ണൻ റെസിഡൻസ്. ദെൻ അവിടെ നമ്മളൊരു സെമിനാറിൽ പങ്കെടുക്കുന്നു. സെമിനാർ ഓൺ ഫേമസ് പോയറ്റ് കടവനാട് കുട്ടിക്കൃഷ്ണൻ. ദെൻ അവിടെ നമ്മൾ 1 മണി വരെ സ്പെൻഡ് ചെയ്തിട്ട് 1 മണിക്ക് ശേഷം നമ്മൾ അവിടുന്ന് തിരിക്കുന്നു ഉറൂബ് നഗറിലേക്ക്. ഉറൂബ് നഗറിലെത്തി നമ്മളവിടെ ഈവൻ്റ് എന്ന് പറയുന്നത് ലഞ്ചാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മളവിടെ ഒരു മോഡൽ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കുന്നു. ദെൻ 1:30 നമ്മൾ വീണ്ടും അവിടുന്ന് തിരിച്ച് ഉറൂബ് ലൈബ്രറിയിലെത്തുന്നു. ലൈബ്രറിയിൽ അവിടെ നോസ് ഉറൂബിനെ കുറിച്ച് അവിടെ ഈവൻ്റാണ്, ഉറൂബിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ദെൻ ഡോക്യുമെൻ്ററി എക്സിബിറ്റ്സ് ഒക്കെ കാണുന്നു. ദെൻ 3 മണിക്ക് വീണ്ടും നമ്മൾ അവിടുന്ന് തിരിച്ച് ഉറൂബ് ലൈബ്രറിയിൽ ആർട്ട് ഫെസ്റ്റ് കാണുന്നു. മെമ്പേഴ്സ്, പിന്നെ സിങ്സ് ആൻഡ് പ്ലേസ്. ഓക്കെ, ആർട്ട് ഫെസ്റ്റ് കാണുന്നു. ആർട്ട് ഫെസ്റ്റിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. ആർട്ട് ഫെസ്റ്റിൽ പങ്കെടുത്ത് നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ പാട്ടും അതുപോലെ തന്നെ പരിപാടികളൊക്കെ പങ്കെടുക്കുകയാണ് അല്ലേ. എന്താണ് യെസ് നമ്മൾ എന്ത് ചെയ്യുന്നു, 1:30 അല്ലേ, 3 മണിക്ക് ആർട്ട് ഫെസ്റ്റ് നമ്മളുടെ ഈവൻ്റാണ്. അതിനുശേഷം നമ്മൾ അവിടെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ്, അതിലുള്ള അംഗങ്ങളൊക്കെ സിങ്സ് ആൻഡ് പ്ലേസ് അല്ലേ പാടുകയും കളികൾ നടത്തുകയും ചെയ്യുന്നു. ദെൻ 4:30 PM നമ്മൾ വീണ്ടും ഉറൂബ് ലൈബ്രറിയിൽ എത്തുന്നു. ദെൻ ടീ സെഷനാണ്. അവിടെ നമ്മൾ ചായ കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ടീ ആൻഡ് സ്നാക്സ്. അപ്പോൾ അതിലെ ആക്ടിവിറ്റീസ് ടീ ആൻഡ് സ്നാക്സ് ആണ്. ദെൻ 5 മണിക്ക് നമ്മൾ ബസ്സിലെത്തി അല്ലേ, 5 മണിക്ക് ബസ്സിൽ കയറുന്നു. ദെൻ പൊന്നാനി ബീച്ചിൽ പോകുന്നു. സെറ്റ് ടുവേർഡ്സ് ബീച്ച്. അപ്പോൾ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോകുന്നത്. 5:30 PM പിന്നെ നമ്മൾ സീഷോർ പൊന്നാനി. ഓക്കെ, അപ്പോൾ നമ്മൾ കടൽ തീരത്ത് എൻജോയ് ചെയ്യാണ്. അതുപോലെ തന്നെ വിസിറ്റ് ലൈറ്റ് ഹൗസ് ആൻഡ് പ്രിമൈസസ്. ഓക്കെ, അപ്പോൾ അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസൊക്കെ നമ്മൾ സന്ദർശിക്കുന്നു. അതിൻ്റെ ചുറ്റുവട്ടങ്ങളൊക്കെ സന്ദർശിക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ 7:30 ഓക്കെ, 7:30 നമ്മൾ വീണ്ടും ബസ്സിൽ കയറുന്നു. ദെൻ നമ്മൾ റിട്ടേൺ ടു തിരൂർ, നമ്മുടെ പ്ലേസിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. ദെൻ എന്താണ് അറ്റൻഡൻസ് എടുക്കുന്നു. അപ്പോൾ ബസ്സിൽ കയറുന്നു, നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി ബസ്സിൽ കയറുന്നു, അറ്റൻഡൻസ് എടുക്കുന്നു. ദെൻ നമ്മൾ 8:30 നമ്മൾ എവിടെത്തി, തിരൂർ നമ്മൾ ഇവിടെ നിന്ന് പോയ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ 8:30 എത്തിച്ചേരുന്നു അല്ലേ. 8:30 നമ്മൾ സ്കൂളിൽ എത്തിച്ചേരുന്നു. നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. അതിൻ്റെ റിവ്യൂ നമ്മൾ തയ്യാറാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇറ്റിനററി എന്ന് പറയുന്നതിൽ ഉൾപ്പെടുത്താനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാർക്കിൻ്റെ സംഭവമാണ്. ഞാൻ ഇത്ര റിസ്ക് എടുത്ത് നിങ്ങൾക്കിത് ചെയ്തത് നിങ്ങൾക്കിത് മാക്സിമം ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഉപകാരപ്പെടുത്തുക, കാണുക, കണ്ടുകൊണ്ടേയിരിക്കുക, തീർച്ചയായിട്ടും എഴുതി പഠിക്കുക. അറിയാത്ത പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും, ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി പുതിയ വീഡിയോയിൽ കാണാം. അടുത്തൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.